വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. സോസേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ പാഴ്സ്ലി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ മുട്ടയും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് എടുക്കണം. ഇപ്പോൾ മുട്ടയും പാലൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഈ മുട്ടയും പാലും കൂടിയിട്ടുള്ള മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ വിസ്ക് ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പൂൺ അല്ലെങ്കിൽ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പാലിൻ്റെ അംശം, അതായത് നനവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാല് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സാധാരണ ബ്രെഡിൻ്റെയോ അല്ലെങ്കിൽ കേക്കിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല. ബ്രെഡിൻ്റെയൊക്കെ കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും. എന്നാൽ ഇത് അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ പാല് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കെട്ടാതെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കേക്കിൻ്റെ ബാറ്ററൊക്കെ പോലെ ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കും, എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി തിക്കായിരിക്കും. എന്നാൽ ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു ഡോവിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കും. ഞാനിവിടെ സോസേജ് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള സോസേജ് വേണം എടുക്കാനായിട്ട്. അതായത് ഫ്രീസറിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം അതിലുള്ള വെള്ളാംശമൊക്കെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം. വെള്ളാംശം ഒട്ടും തന്നെ പാടില്ല. ഇനി നമുക്ക് ഈ സോസേജിൽ പാകമാവുന്ന സ്ക്വയേഴ്സ് എടുക്കണം. നമ്മളെടുക്കുന്ന സോസേജിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് സ്ക്വയേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന ആ ഒരു പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്ക്വയേഴ്സ് എടുക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള സോസേജ് കുറച്ച് നീളമുള്ള സോസേജ് ആയിരുന്നു. അത് കാരണം തന്നെ ഞാൻ ഈ സോസേജിനൊന്ന് 2 ആക്കി ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീളമുള്ള സോസേജ് മുഴുവനായി തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ തന്നെ വലിയ പാനും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ചെറിയൊരു ചീനച്ചട്ടിയാണ്. അതിൽ കൊള്ളാവുന്ന രീതിയിലാണ് ഞാനിങ്ങനെ സോസേജിനൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ സോസേജ് പീസും എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്ക്വയർ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതിന് നടുക്കായിട്ടൊന്ന് കുത്തിഴിക്കാം. എന്നാൽ അത് നമുക്ക് പിടിക്കാനായിട്ട് ഒരു ചെറിയ പോർഷൻ പുറത്ത് ഉണ്ടാവാൻ വേണം. അപ്പോൾ ഞാനിങ്ങനെ നടുക്കായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ അതിൻ്റെ മറുവശത്ത് പിടിക്കാനും പറ്റും. നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം സ്നാക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൽ പിടിച്ച് കഴിക്കാനായിട്ട് സൗകര്യത്തിനാണ് നമ്മളിങ്ങനെ കുറച്ച് ഭാഗം ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്വയേഴ്സ് കുത്തി കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ സോസേജിലും സ്ക്വയേഴ്സ് കുത്തി കൊടുക്കാം. ഇപ്പോൾ എല്ലാ സോസേജും ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അതിപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൈസാണ്. അതിനൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഞാനിതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ സോസേജും എടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് നമുക്കൊന്ന് മുക്കി കൊടുക്കാം. നമ്മൾ സാധാരണ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ, കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ
മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിലൊക്കെ നമ്മൾ റോൾ ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിലേക്ക് ആദ്യം ഇതൊന്ന് മുക്കി കൊടുക്കുന്നു. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ബാറ്ററൊക്കെ നമുക്കൊന്ന് കളയാം. അതിനുശേഷം നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈസിലാണ്, ബ്രെഡ് ക്രംസിലൊന്നുമല്ല. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പ്ലേറ്റിലേക്ക് ആ സോസേജ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉപയോഗിച്ചിട്ട് ഈ സോസേജ് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് വീതം ഈ ഫ്രൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈസ് ഇതിൽ ഒട്ടി നിൽക്കില്ല കേട്ടോ. അപ്പോൾ അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാരണമാണ് ബാറ്റർ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ വേണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നമ്മൾ ഈ ഒരു കോട്ടിംഗ് കൊടുക്കുമ്പോൾ ഈ സ്നാക്ക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാണാനും നല്ലതായിരിക്കും, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സോസേജ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കവറിങ് ഒക്കെ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഈ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളാംശമൊക്കെ ഇറങ്ങി വന്ന് ഇത് ചിലപ്പോൾ ഒന്ന് താഴേക്ക് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ ഒരു സ്നാക്ക് വറുത്തെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് നമുക്ക് ഇളകി പോകാതെ കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിരുന്നു കൊണ്ട് തന്നെ ആ ഫ്രൈസിൽ നിന്ന് വെള്ളാംശമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് എനിക്കിത് പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വന്നത്. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം ഫ്രൈസ് പുറത്തെടുത്ത് മുറിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. ഒരുപാട് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളാംശം ഒരുപാട് ഊറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ മീതേക്ക് കുറച്ച് ചൂടായ എണ്ണ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ചെറു തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ ഉള്ളിലുള്ള സോസേജും ഫ്രൈ ആവണം, അതേപോലെ തന്നെ പുറത്തുള്ള ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ആവണം. രണ്ടും അൺകുക്ക്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ മുക്കിയെടുത്ത ബാറ്ററും അൺകുക്ക്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിലൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സോസേജും വെന്ത് വന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ കോട്ടിങ്ങും വെന്തിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ബാക്കിയുള്ള സോസേജസും ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രം കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്തിട്ട് അതിൽ വെള്ളാംശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമുക്കിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പൊന്ന് തൂക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിങ്ങിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രോസൺ ഫ്രൈസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പുണ്ടാകും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോസേജ് കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്, എന്നാൽ നല്ല ഫില്ലിങ്ങുമാണ്. ഇത് ഒരെണ്ണമൊക്കെ മതിയാവട്ടെ ഒരാൾക്ക് കൊടുക്കാനായിട്ട്. നമുക്കിത് സ്റ്റാർട്ടേഴ്സൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള സ്ക്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ.